അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്ക് ആദ്യം തന്നെ നമുക്ക് പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KCSTയുടെ PSC പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആദ്യം തന്നെ കാണേണ്ട ചില പോർഷൻസ് ആണ്. അതിനകത്ത് ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറിൻ പോളിസി പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറിൻ പോളിസിയെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഫോറിൻ പോളിസി അതിൻ്റെ ആദ്യത്തെ പോർഷൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മേജർ ഡിറ്റർമിനൻസ് ഓഫ് ഫോറിൻ പോളിസി, നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് ഫോറിൻ പോളിസി, റോൾ ഓഫ് ഐഡിയോളജി കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഫോറിൻ പോളിസി? ഫോറിൻ പോളിസി ഈസ് ഫോർമുലേറ്റഡ് ബൈ എവരി സ്റ്റേറ്റ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് നാഷണൽ ഇൻട്രസ്റ്റ്. എന്തിനാണ് ഫോറിൻ പോളിസി? ഫോറിൻ പോളിസി എല്ലാ സ്റ്റേറ്റിനും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അത് എന്തിനാണ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദേശീയ താല്പര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഫോറിൻ പോളിസി രൂപീകരിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഗവൺമെന്റ് ബിഹേവിയർ ഓഫ് എ സ്റ്റേറ്റ്. ഗവൺമെന്റിന്റെ ബിഹേവിയറാണ് ഒരു രാജ്യത്തെ ഗവൺമെന്റിന്റെ ബിഹേവിയറാണ്. ഗവൺമെന്റ് എങ്ങനെയാണ് ഫോറിൻ പോളിസി മറ്റൊരു രാജ്യത്തോട് പെരുമാറുന്നത് എന്നതിനെപ്പറ്റി ആശ്രയിച്ചും ഫോറിൻ പോളിസി. മൂന്നാമത് വരുന്നത് ഗവൺമെന്റ് ബിഹേവിയർ കൂടാതെ ദ ബിഹേവിയർ ഓഫ് വൺ സ്റ്റേറ്റ് അഫക്ട് ദ ബിഹേവിയർ ഓഫ് അതർ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അതിന്റെ ഒരു രാജ്യത്തിന്റെ ബിഹേവിയർ, ഒരു രാജ്യം എങ്ങനെയാണോ മറ്റൊരു രാജ്യത്തോട് ഇടപെടുന്ന രീതി, അതിനെയാണ് ദ ബിഹേവിയർ ഓഫ് വൺ സ്റ്റേറ്റ് അഫക്ട് ദ ബിഹേവിയർ ഓഫ് അതർ സ്റ്റേറ്റ്സ് ടു സീക്ക് ദ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദ ബിഹേവിയർ ഓഫ് അതർ സ്റ്റേറ്റ്. അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിന്റെ ബിഹേവിയർ മറ്റൊരു സ്റ്റേറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് പവർ ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ഓഫ് ഫോറിൻ പോളിസി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് പറയുന്നത്. ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ ഫോറിൻ പോളിസി എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും അഫക്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അല്ലേ. നാഷണൽ ഇൻട്രസ്റ്റ് പവറുമാണ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഫോറിൻ പോളിസിയുടെ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് ഇറ്റ് ഈസ് ഫോർമുലേറ്റഡ് ബൈ എവരി സ്റ്റേറ്റ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് നാഷണൽ ഇൻട്രസ്റ്റ്. ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഫോറിൻ പോളിസി വരുന്നത്. ആ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ബിഹേവിയർ ആണ്. ആ ഗവൺമെൻറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഈ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഫോറിൻ പോളിസി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നാഷണൽ ഇൻട്രസ്റ്റും പവറും ചേർന്നിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. പവർ എന്ന് പറയുന്നത് മറ്റൊരു സ്റ്റേറ്റിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. അപ്പോൾ ദേശീയ താല്പര്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സെൽഫ് ഇൻട്രസ്റ്റ് ആണ്, പൊതു താല്പര്യമാണ്. അതും രണ്ടുകൂടെ ചേർന്നിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ് ഫോറിൻ പോളിസിയെ ബാധിക്കുന്നത്. അപ്പോൾ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ ഇസ് എ റെഗുലേഷൻ ദി ബിഹേവിയർ. അപ്പോൾ ഫോറിൻ പോളിസിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം റെഗുലേറ്റിംഗ് ദി ബിഹേവിയർ ആണ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ചേഞ്ച് ദ ബിഹേവിയർ ഓഫ് അതർ സ്റ്റേറ്റ്. പ്രൊഫസർ മഹേന്ദ്ര പറയുന്നത് ഫോറിൻ പോളിസി ഈസ് നോട്ട് ജസ്റ്റ് ചേഞ്ച് ദ ബിഹേവിയർ ഓഫ് അതർ സ്റ്റേറ്റ്, ഇറ്റ്സ് റെഗുലേറ്റ് ദ ബിഹേവിയർ. ഇപ്പോൾ അമേരിക്കയെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത് റെഗുലേറ്റിംഗ് ദ ബിഹേവിയർ ഓഫ് അതർ സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ ഇറാൻ്റെ മേലെ അമേരിക്ക പ്രയോഗിക്കുന്നത് റെഗുലേഷനാണ്, നോട്ട് അവരുടെ ജസ്റ്റ് നെഗോസിയേഷനേക്കാൾ റെഗുലേഷനാണ് അവർ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്. അതിനെയാണ് ഫോറിൻ പോളിസി എന്ന് മഹേന്ദ്ര പറയുന്നത്. ദ റെഗുലേഷൻ മീൻസ് അഡ്ജസ്റ്റിംഗ് ദ ബിഹേവിയർ ഓഫ് അതർ സ്റ്റേറ്റ് ടു സ്യൂട്ട് വൺസ് ഓൺ ഇൻട്രസ്റ്റ് ആസ് ബെസ്റ്റ് ആസ് പോസിബിൾ. അപ്പോൾ ഈ റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ബിഹേവിയർ മറ്റൊരു രാജ്യം തീരുമാനിക്കുമ്പോൾ ഏത് രാജ്യമാണോ മറ്റൊരു രാജ്യത്തിൻ്റെ ബിഹേവിയർ തീരുമാനിക്കുന്ന ആ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ആയിരിക്കണം വരുവാനുള്ള ഒരു ശ്രമമാണ് ആ രാജ്യം നടത്തുന്നത്. അതിനെയാണ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഈ കോൾഡ് വാറും നാമൊക്കെ അതിന് എക്സാമ്പിൾ ഉണ്ട്. കോൾഡ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും USSRും തമ്മിൽ നടത്തിയിരുന്ന ഒരു ശീതസമരമാണ്. അപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരുന്നു കോൾഡ് വാർ. കമ്മ്യൂണിസം ഒരു വശത്തും ക്യാപിറ്റലിസം മറുവശത്തും നിന്നുകൊണ്ടുള്ള ഒരു ഇറ്റ്സ് എ റെഗുലേഷൻ. അമേരിക്കയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയൻ ശ്രമിക്കുന്നു, സോവിയറ്റ് യൂണിയൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കും. ഇത് രണ്ടും ചേർന്നിട്ടുള്ള ഒരു വടംവലിയായിരുന്നു, അധികാരം അല്ലെങ്കിൽ ഒരു വടംവലി തന്നെയായിരുന്നു ഇറ്റ്സ് കോൾഡ് വാർ. നാം എന്ന് പറഞ്ഞാൽ നോൺ അലയൻ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾക്ക് ഒരു അലയൻസിലും പെടാതെ മധ്യവർത്തിയായി നിന്നുകൊണ്ടും മറ്റു രാജ്യങ്ങളെ സ്വാധീനിക്കുന്ന ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു
രാജ്യങ്ങൾ അവയാണ് നാമിൽപ്പെട്ടത്. അപ്പോൾ എവറി ടൈം ചേഞ്ചിങ് ദ ബിഹേവിയർ ഈസ് നോട്ട് സക്സീഡ്. അപ്പോൾ എല്ലാ സമയത്തും ഈ കോൾഡ് വാർ വാസ് നോട്ട് സക്സീഡ്. അതായത് അമേരിക്കനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്കോ എപ്പോഴും സാധിച്ചിരുന്നില്ല. ഒരു ഘട്ടത്തിൽ യുദ്ധത്തിന്റെ വക്കുവരെത്തിയിരുന്നു. അത് നമുക്ക് ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയ എത്തും നമുക്ക് കാണാൻ സാധിക്കും. അമേരിക്കനെ എല്ലായ്പ്പോഴും നിയന്ത്രിക്കാൻ സോവിയറ്റ് യൂണിയൻ സാധിച്ചിരുന്നില്ല, സോവിയറ്റ് യൂണിയനെ എല്ലായ്പ്പോഴും നിയന്ത്രിക്കാൻ അമേരിക്കയും സാധിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഹെൻസ് ദ foreign policy set certain goals and making effort to regulate the behavior of other to achieve these goals. These goals to be achieved with the help of power. അപ്പം എല്ലായ്പ്പോഴും ഈ ഫോറിൻ പോളിസി റെഗുലേഷൻസ് ഉപയോഗിച്ച് നടത്തണമെന്ന് സാധിക്കണമെന്നില്ല. അപ്പോഴാണ് ഈ റെഗുലേഷൻസ് ഈ പറയണ പവറിൻ്റെ സഹായത്തോടെ, പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും അധികാരമാണ്. അധികാരത്തിൻ്റെ സഹായത്തോടുകൂടി ചില ഗോൾസ് സെറ്റ് ചെയ്യും. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചില ഗോൾസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ബീങ് ഫസ്റ്റ്, അമേരിക്ക ആദ്യമായിരുന്നു, അമേരിക്ക ഫസ്റ്റ് നയമാണ്. അതാണ് അവരുടെ ഗോൾ. എല്ലാ മേഖലയിലും അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കണം. അപ്പോൾ ആ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ചില അധികാരം പ്രയോഗിക്കും. അവർ ഏതൊരു രാജ്യത്തും അധികാരമാണ് പ്രയോഗിച്ചത്. ഇന്ത്യയിലും മേലും അതിപ്പോൾ അധികാരമാണ് പ്രയോഗിച്ചത്. ട്രേഡ് താരിഫ്, റെസിപ്രോക്കൽ താരിഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നടത്തുന്ന വ്യാപാര യുദ്ധങ്ങളൊക്കെ ഈ ഒരു റെഗുലേഷൻ്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് പവർ ആർ ടു വൈറ്റൽ ഇൻഗ്രീഡിയൻസ് ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് പവർ. നാഷണൽ ഇൻട്രസ്റ്റും പവറും രണ്ട് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഫോറിൻ പോളിസി മെയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നാഷണൽ ഇൻട്രസ്റ്റ് എന്താണ്, അതിൻ്റെ പവർ. നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സ്വന്തമായിട്ട് അവരുടെ പൊതു താല്പര്യമാണ്. അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ്. അപ്പം ഈ രണ്ട് ഘടകങ്ങളും വളരെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ്, അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ചേരുവകളാണ് വിദേശകാര്യ നയത്തിൻ്റെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഫോറിൻ പോളിസി മെയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഫോറിൻ പോളിസികളാണ് രാജ്യം പ്രയോഗിക്കുന്നത്. ഒന്ന് പോസിറ്റീവാണ്. ഇപ്പോൾ ഈ റെഗുലേഷനാണ് ഈ ഫോറിൻ പോളിസി നമ്മൾ പറഞ്ഞു. ഈ റെഗുലേഷൻ എന്താണ്, മറ്റൊരു രാജ്യത്തിൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതിൽ എങ്കിൽ അത് പോസിറ്റീവാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം വേറൊരു രാജ്യത്തോട് നിങ്ങളെ നയം തിരുത്തണം എന്ന് പറയുകയാണെങ്കിൽ അത് പോസിറ്റീവ് ഫോറിൻ പോളിസി ആണ്, പോസിറ്റീവായിട്ടുള്ള ഫോറിൻ പോളിസിയാണ്. എന്നാൽ നെഗറ്റീവാണ്, എന്നാൽ നിങ്ങളുടെ നയം നിങ്ങൾ തിരുത്തരുത്, നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഇപ്പോഴത്തെ ബിഹേവിയർ അത് തിരുത്താൻ പാടില്ല എന്ന് ഒരു രീതിയിലുള്ള റെഗുലേഷൻസ്. അമേരിക്കയാണെങ്കിൽ രണ്ട് പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഫോറിൻ പോളിസി കൂടുതലായിട്ടും പ്രയോഗിക്കുന്നത്. ഒരു രാജ്യത്തോട് അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് അനുകൂലമാക്കണമെന്ന് പറയുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് എന്നും, എന്നാൽ നിങ്ങളുടെ നയം നിങ്ങൾ മാറ്റാനേ പാടില്ല, നിങ്ങളുടെ നയം അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഗുലേഷൻ ആണ് അവർ പ്രയോഗിക്കുന്നത്. അത് നെഗറ്റീവ് ഫോറിൻ പോളിസി എന്ന് വേണമെങ്കിൽ പറയാം. എവറി സ്റ്റേറ്റ് അഡോപ്റ്റ് സർട്ടൻ പ്രിൻസിപ്പിൾ ടു ഗൈഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് അതർ സ്റ്റേറ്റ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്സും ചില പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. അവർ ഫോളോ ചെയ്യുന്ന ആ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ നാഷണൽ ഇൻട്രസ്റ്റും പവറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു രാജ്യത്തിന് എല്ലായ്പ്പോഴും സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, അവരുടേതായ സ്വന്തം താല്പര്യങ്ങളുണ്ട്, അവരുടെ പൊതു താല്പര്യമുണ്ട്. അതിനെയും അവരുടെ അധികാരം പ്രയോഗിക്കാനുള്ള അവരുടെ കഴിവിനെ ആശ്രയിച്ചിട്ടാണ് ഈ പ്രിൻസിപ്പിൾസ് ഉള്ളത്. റോൾ ഓഫ് പോളിസി മേക്കേഴ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഹു ഡിസൈഡഡ് വിച്ച് പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോ. അപ്പോൾ ഏത് പ്രിൻസിപ്പിളാണ് ഇവരത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് അവരുടെ ആഭ്യന്തര താല്പര്യങ്ങളും മറ്റും പരിഗണിച്ചുകൊണ്ട് ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ്, ഏത് പോളിസിയാണ്, ഏത് പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പോളിസി മേക്കേഴ്സാണ്. അത് രാഷ്ട്രീയ നേതാക്കന്മാരാണ്, രാജ്യ ഭരണാധികാരികളാണ്, വിദേശകാര്യ മന്ത്രാലയമാണ് തീരുമാനിക്കുന്നത്. റോൾ ഓഫ് മീഡിയ ആൻഡ് പീപ്പിൾ ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അവരുടെ രാജ്യത്തെ മാധ്യമങ്ങളും ജനങ്ങളുടെയും താല്പര്യം. സോഷ്യൽ മീഡിയ വന്നു, അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾ വന്നു, ജനങ്ങളുടെ താല്പര്യങ്ങൾ, ഇതെല്ലാം ജനങ്ങളുടെ ഒപ്പീനിയൻ, പബ്ലിക് ഒപ്പീനിയൻ, ഇതൊക്കെ ഒരു രാജ്യത്തിൻ്റെ വിദേശകാര്യ നയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഫ്ലോ ഓഫ് ആക്ഷൻ ഫ്രം കമ്മ്യൂണിറ്റി ടുവാർഡ്സ് ദ പോളിസി മേക്കേഴ്സ് ഈസ് ഇൻപുട്സ്. അപ്പോൾ ഇവിടെ ഇൻപുട്സ് ആയിട്ട് സ്വീകരിക്കുന്നത് പല കമ്മ്യൂണിറ്റി, അതായത് രാജ്യത്തിനുള്ളിൽ നിന്ന് വരുന്ന ചില ആക്ഷൻസ്. ഇപ്പം ചില രാജ്യത്തിനുള്ളിൽ തന്നെ ചില ഡിമാൻഡ്സ് ഉയർന്നു വരാം, ചില പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരാം, ചില താല്പര്യങ്ങൾ വരാം, ചില പ്രഷർ ഗ്രൂപ്പുകൾ വരാം. ഇതെല്ലാം പോളിസി മേക്കേഴ്സിന് ഇൻപുട്ടായിട്ട് വരും. എന്നിട്ട് പോളിസി മേക്കേഴ്സ് അതിനെ ഡിസിഷനായിട്ട് എടുത്തുകൊണ്ട്
അവയെ ഔട്ട്പുട്ടാക്കി മാറ്റും. അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കമ്മ്യൂണിറ്റി ഫ്രം വിച്ച് ദ ഫ്ലോ ഓഫ് ആക്ഷൻസ് have been raised that moves towards policy makers. They will take it as inputs. അതിനെ ഇൻപുട്സ് ആയി എടുത്തു കഴിഞ്ഞാൽ അത് ഡിസിഷനായിട്ട് വരുമ്പോൾ അത് ഔട്ട്പുട്ടായിട്ട് മാറും. അപ്പം നമുക്ക് ഇനി പ്രൊഫസർ മഹേന്ദ്രകുമാർ കൺക്ലൂഡ്സ് ഫോറിൻ പോളിസി. അപ്പോൾ ഫോറിൻ പോളിസി എന്താണ് എന്ന് പ്രൊഫസർ മഹേന്ദ്രകുമാർ കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 4 കാര്യങ്ങളാണ് ഫോറിൻ പോളിസിയിലായിട്ട് പ്രധാനം ഉൾപ്പെട്ടിട്ടുള്ളത്. പോളിസി മേക്കേഴ്സ് ഫോറിൻ പോളിസിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ ഇൻട്രസ്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്. ഇൻട്രസ്റ്റിന് താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും. എന്ത് ലക്ഷ്യത്തിനാണോ എന്ത് താല്പര്യത്തിനാണോ ഒരു രാജ്യത്തിൻ്റെ ബിഹേവിയർ മറ്റൊരു രാജ്യം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, അതിനുള്ള താല്പര്യങ്ങളും അതിനുള്ള ലക്ഷ്യങ്ങളും. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഫോറിൻ പോളിസി. എന്ത് ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോറിൻ പോളിസി തീരുമാനിക്കപ്പെട്ടതെന്നുള്ളത്. ഒരു രാജ്യത്തിന് ഒരു ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബിലീവ് ചെയ്യുന്നത് നോൺ അലയൻസ് ആണ്. ഒരു രാജ്യത്തിന് മുന്നിൽ നമുക്ക് ഇടങ്ങാറില്ല. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസിയാണ് വിദേശ രാജ്യത്തിന് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളത്. അത് വളരെ വ്യക്തവും ശുദ്ധവുമായിട്ട് 1947 തൊട്ട് ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ്. നോ ഫോറിൻ കൺട്രി ഈസ് അലൗഡ് ടു ഇൻവോൾവ് ഇൻ ദ ഇന്റേണൽ മാറ്റേഴ്സ് ഓഫ് ദ കൺട്രി. അതുകൊണ്ടാണ് കാശ്മീർ വിഷയത്തിലായാലും ചൈനയുമായിട്ടുള്ള തർക്കത്തിലായാലും മറ്റൊരു രാജ്യത്തിന് മധ്യസ്ഥ ഇന്ത്യ സ്വീകരിക്കാത്തത്. അതുകൊണ്ട് തന്നെ അതൊരു ഇന്ത്യയുടെ ഒരു പ്രിൻസിപ്പിളാണ്. അതുപോലെ തന്നെ മീൻസ് എന്ന പവറാണ്. അധികാരം ചില രാജ്യങ്ങൾക്ക് കൂടിയും കുറഞ്ഞിരിക്കും. ഇപ്പം ഇന്ത്യ ഉപയോഗിക്കുന്ന അധികാരം അല്ല അമേരിക്കയുടെ, സോവിയറ്റ് യൂണിയൻ്റെ വേറൊന്നാണ്, ചൈനയുടെ മറ്റൊന്നാണ്. അധികാരം കൂടും. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അധികാരം, പവർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് അവർ അതിനനുസരിച്ചുള്ള ഒരു ഫോറിൻ പോളിസിയാണ് അവർ ഉപയോഗിക്കുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരിക്കലും മറ്റൊരു രാജ്യത്തിന് ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടില്ല എന്നുള്ളത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഒരു രാജ്യത്ത് ഇടപെടാൻ അനുവദിക്കില്ലാത്തതുപോലെ തന്നെ ഇന്ത്യ മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസിയാണ്. ഒരു കാരണവശാലും ഇടപെടില്ല. സുഹൃത്ത് രാജ്യമായാലും ശരി, ശത്രു രാജ്യമായാലും ശരി, ഇന്ത്യയുമായിട്ട് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നും ഇല്ലാത്ത രാജ്യമായാലും ശരി, ആഭ്യന്തര കാര്യങ്ങൾ ഇടപെട്ട് മധ്യസ്ഥ വഹിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു പോളിസിയല്ല. അത് ഇന്ത്യ ഏകപ്പാട് തെറ്റിച്ചത് ശ്രീലങ്കയിലെ ആഭ്യന്തര വിഷയങ്ങളിലാണ്. അത് രാജീവ് ഗാന്ധിയുടെ സമയത്താണ് അത് നടന്നത്. ഇന്ത്യയിൽ സമാധാന സേന പോവുകയൊക്കെ ചെയ്തത്. പക്ഷേ അത് പൂർണ്ണമായ അർത്ഥത്തിലല്ല. തമിഴ് മൂവ്മെന്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഇന്ത്യ ആദ്യമായിട്ട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. അല്ലാത്ത പക്ഷം ഇന്ത്യ 99% മറ്റൊരു രാജ്യത്തിന് ആഭ്യന്തര വിഷയങ്ങൾ ഇടപാടില്ല. ഇന്ത്യക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു മിലിറ്ററി ബേസ് മറ്റൊരു രാജ്യത്തിന് കൊടുക്കാറില്ല. അമേരിക്കയുടെ മിലിറ്ററി ബേസും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം മീൻസ് എന്ന് പറയുന്നത് ഈ പവറാണ്, അധികാരമാണ്. അത് സാമ്പത്തികമാവാം, മിലിറ്ററി ആവാം, എന്തുമാവാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫസർ മഹേന്ദ്രകുമാറിന്റെ അഭിപ്രായത്തിൽ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ തോട്ട് ഔട്ട് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഫോർ അച്ചീവിങ് ദ ഒബ്ജക്റ്റീവ്സ് ഇൻ ഫോറിൻ റിലേഷൻസ് ആസ് ഡിക്റ്റേറ്റഡ് ബൈ ഐഡിയോളജി ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ്. ഇവിടെ പ്രൊഫസർ മഹേന്ദ്രകുമാറിന്റെ അഭിപ്രായത്തിൽ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ശരിക്കും ഒരു നാഷണൽ ഇൻട്രസ്റ്റിൽ നിന്ന് ഉളവാകുന്ന നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. ഒരു രാജ്യത്തിൻ്റെ താല്പര്യമാണ് ഫോറിൻ പോളിസി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അതിന് വേണ്ടിയിട്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും, ഒരു രാജ്യം ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് ശരിക്കും ഫോറിൻ പോളിസി എന്ന് പറയുന്നത്. അമേരിക്കയുടെ ഇപ്പോഴത്തെ ഫോറിൻ പോളിസി അമേരിക്കയുടെ താല്പര്യം എന്നാണ്. അമേരിക്ക ബീങ് ഫസ്റ്റ്, എല്ലാ മേഖലയും അമേരിക്ക ഫസ്റ്റ് ആയിരിക്കണം. ഡോളറാണ് അമേരിക്കയുടെ കരുത്ത്. അതിനൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാകുന്നില്ല. അമേരിക്കയ്ക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടായിരിക്കണം. മറ്റു രാജ്യങ്ങളെ സഹായിക്കുകയും അമേരിക്കയ്ക്ക് അതിനകത്ത് ബെനിഫിറ്റ് കിട്ടാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചോളം അംഗീകരിക്കാൻ കഴിയില്ല. തുടങ്ങിയിട്ടുള്ള പല വാദങ്ങളും അമേരിക്കൻ സർക്കാർ ഇപ്പം മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഇതെല്ലാം ദേശീയ താല്പര്യമാണ് എന്നാണ് ആ രാജ്യത്തുള്ള നേതാക്കന്മാർ പറയുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. ശരിക്കും നാഷണൽ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം പറയേണ്ടതായിരുന്നു. നാഷണൽ ഇൻട്രസ്റ്റ് വളരെ വിശാലമായ ഒരു ടോപ്പിക്കാണ്. നാഷണൽ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഫോറിൻ പോളിസി ഡിസൈൻ ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പോഴും മനസ്സിലായത്. നാഷണൽ ഇൻട്രസ്റ്റ് ഈസ് ദ കീ നോട്ട് ടു IR. ഇന്റർനാഷണൽ റിലേഷൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫോറിൻ പോളിസി സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാഷണൽ ഇൻട്രസ്റ്റ്. ഓൾ പൊളിറ്റിക്സ് ഈസ് സ്ട്രഗിൾ ഫോർ പവർ. എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയം
ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള സംഘർഷത്തിലാണ് ഉള്ളത്. അപ്പോൾ ആസ് ലോങ് ആസ് ദ വേൾഡ് ഈസ് പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് ഇൻറ്റു നാഷൻസ്, നാഷണൽ ഇൻട്രസ്റ്റ് ഈസ് ലാസ്റ്റ് വേർഡ് ഓഫ് പൊളിറ്റിക്സ്. അപ്പം നമുക്കറിയാം ഈ രാജ്യങ്ങളെല്ലാം തന്നെ, വേൾഡ് പൊളിറ്റിക്സ് എല്ലാം തന്നെ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് ആണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഏതെങ്കിലും രാജ്യത്ത് ഇപ്പോൾ രാജഭരണം നിലനിൽക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ വളരെ വളരെ റെയറായിട്ടുള്ള രാജ്യത്താണ് അത്തരത്തിലുള്ള ഒരു രാജഭരണം പോലുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്നത്. പക്ഷേ നാഷണൽ രാജ്യങ്ങളിലൊക്കെ തന്നെ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലാതെയൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളാണുള്ളത്. അപ്പം നാഷണൽ ഇൻട്രസ്റ്റ്, ജനങ്ങളുടെ ഇൻട്രസ്റ്റ്, പൊതു താല്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. രാജാവിൻ്റെ താല്പര്യമല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യമല്ല. ഓരോ രാജ്യത്തിനും നാഷണൽ ഇൻട്രസ്റ്റ്, ദേശീയ താല്പര്യം, ദേശീയത വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അപ്പം നോ ഗവൺമെൻറ് ക്യാൻ ആക്ട് കോൺട്രറി ടു നാഷണൽ ഇൻട്രസ്റ്റ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഗവൺമെൻറ്റിന് പോലും, ഇപ്പം ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നാൽ പോലും ആ നാഷണൽ ഇൻട്രസ്റ്റിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇന്ത്യ തന്നെ എടുക്കുക ഉദാഹരണം. ഇന്ത്യയിൽ ഒരു പൊതു താല്പര്യമുണ്ട്. ആ പൊതു താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു വികാരമാണ് കാശ്മീർ, ചൈനയുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം തന്നെ നോൺ അലൈൻമെൻറ്റ്. ഇതിന് വിരുദ്ധമായിട്ട് ഒരു ഗവൺമെൻറ്റും ഇതുവരെ ഒരു നടപടി എടുത്തതായിട്ട് അറിയില്ല. അപ്പോൾ അത്തരത്തിലൊരു നാഷണൽ ഇൻട്രസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ടു കൺട്രീസ് ഈസ് ക്ലാഷ്, എയ്തർ മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ബൈ നെഗോസിയേഷൻസ് ഓർ ഗോ ഇൻ ഫോർ പോളിസി ഓഫ് കൺഫർമേഷൻ. ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആയിരിക്കും. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അവരുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് പോവുക, നെഗോസിയേഷൻ വഴി അഡ്ജസ്റ്റ് ചെയ്യുക, രണ്ടുപേരും കൺക്ലൂസീവായിട്ട് കൺസെൻസസിലെത്തുക, സമവായത്തിലെത്തുക, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാവുക. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാകാത്ത സ്ഥിതി അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ യുദ്ധം, അതാണ് കൺഫ്രണ്ടേഷൻ, നേരിട്ടുള്ള ഏറ്റുമുട്ടൽ. ഇത് രണ്ടല്ലാതെ വേറൊരു വഴിയും ഇല്ല എന്നുള്ളതാണ്. ദേശീയ താല്പര്യങ്ങൾ രണ്ട് രാജ്യത്തിൻ്റെയും വിരുദ്ധമായി മാറിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തന്നെ എടുക്കുക. നെഗോസിയേഷൻ, ചർച്ചകൾ, സംഭാഷണങ്ങളൊക്കെ പരാജയപ്പെട്ടപ്പോഴാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് പോയത്. അപ്പം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾ തമ്മിൽ രണ്ട് രാജ്യങ്ങളുടെ രണ്ട് താല്പര്യങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ പരിഹരിക്കാൻ വേണ്ടി കൺസെൻസസിലേക്ക് പോവുക, ചർച്ചകളുടെ വഴി സ്വീകരിക്കുക. ഈ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ സ്വീകരിക്കുന്ന വഴി ഏതാണ്? 2 തവണ അവിടെ ചർച്ച നടത്തി. യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ രണ്ട് താല്പര്യങ്ങളും, അമേരിക്കയുടെ താല്പര്യവും റഷ്യയുടെ താല്പര്യവും രണ്ടാണ്. അമേരിക്കയുടെ താല്പര്യം എന്താണ്? റഷ്യ പിൻവാങ്ങണം. എന്നാൽ റഷ്യയുടെ താല്പര്യം എന്താണ്? ഉക്രൈൻ ചില അവകാശവാദങ്ങൾ ഉപേക്ഷിക്കുകയും റഷ്യയുമായി സംഘർഷത്തിൽ ഏർപ്പെടാതിരിക്കാൻ നാറ്റോ സഖ്യത്തിൽ ചേരാനും പാടില്ല. ഈ രണ്ട് ഉറപ്പുകൾ അവർക്ക് കിട്ടണം. ഈ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ആ സംഭാഷണത്തിന്റെ പരിണതഫലമായിട്ട് യുദ്ധം ഒഴിവാക്കാം. ഒരുപക്ഷെ യുദ്ധം ഒഴിവായിട്ടുണ്ടാവാം. ഇതും കേസ് ആ സംഭാഷണവും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യുദ്ധമാണ് അടുത്തത്. ദാറ്റ് ഈസ് കൺഫ്രണ്ടേഷൻ. അത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് നോ ഇറ്റേണൽ അലൈസ് ആൻഡ് വി ഹാവ് നോ ഇറ്റേണൽ എനിമീസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്. ഈ കോട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സ്ഥിരമായ ശത്രുക്കളില്ല. അതായത് രാഷ്ട്രീയത്തിലും വിദേശകാര്യ നയത്തിലും രാജ്യാന്തര ബന്ധങ്ങളിൽ സ്ഥിരമായിട്ടൊരു ശത്രുക്കളില്ല, സ്ഥിരമായിട്ടൊരു ബന്ധുക്കളുമില്ല, അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു സഖ്യങ്ങളുമില്ല എന്നുള്ളതാണ്. ഇത് ലോർഡ് പാംസ്റ്റേണിന്റെ കോട്ടാണ്. ഈ കോട്ട് വളരെ അർത്ഥവത്താണ്. കാരണം ഇന്ത്യ ഇപ്പൊ ചൈനയായിട്ട് അടുക്കുന്നു. ഒരു കാലത്ത് ഇന്ത്യ ബന്ധം വളരെ വശമാണ്. ഗാൽവാൻ സംഘർഷം, പെട്ടെന്ന് തന്നെ പാകിസ്ഥാനായിട്ട് യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയുടെ ട്രേഡ് ടാരിഫ് നയങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ചൈനയും ഇന്ത്യയും തമ്മിലൊരു കൂട്ടുകെട്ട് അലയൻസ് വെച്ചതുകൊണ്ട് വന്നു കഴിഞ്ഞു. അപ്പം ഇത് എപ്പോൾ വേണമെങ്കിലും മാറാം. ഒരു സ്ഥിരമായിട്ടൊരു ഒരു അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വളരെ വൈകാരികമായ അടുപ്പം ഉണ്ടായിരുന്നു ട്രംപ് വരുന്നതിന് മുമ്പ് വരെ. അല്ലെങ്കിൽ ട്രംപിന്റെ ആദ്യ ടൈമിലുണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്നാണ് ഇന്ത്യയും പിന്നെ അമേരിക്കയും തമ്മിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. കാരണം റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ട്രംപിന് ഇന്ത്യ അനഭിമിതരായി മാറി. അപ്പോൾ ആ രീതിയിൽ ഒരു സ്ഥിരമായൊരു മിത്രമായിരുന്നു അമേരിക്ക എന്ന് നമ്മൾക്ക് കരുതാൻ കഴിയുമോ? ഇല്ല. സ്ഥിരമായൊരു മിത്രവും ഇല്ല, സ്ഥിരമായൊരു ശത്രുവും ഇല്ല. അതിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അമേരിക്ക ഇന്ത്യയുടെ മിത്രമാവാം. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഇന്ത്യയുടെ ശത്രുവാകും. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പോൾ രാജ്യാന്തര ബന്ധങ്ങൾ എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇൻഡിപെൻഡൻസ് ഈസ് ദ എസൻസ് ഓഫ് സ്റ്റേറ്റ്.
ഇൻഡിപെൻഡൻസ് എന്ന സ്വാതന്ത്ര്യം. സെൽഫ് പ്രിസർവേഷൻ ഓൾസോ മീൻസ് ഫൈറ്റിംഗ് ഫോർ ഇൻഡിപെൻഡൻസ് സ്റ്റാറ്റസ്. ഇവിടെ തന്നെ സെൽഫ് പ്രിസർവേഷൻ, സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഏത് രാജ്യത്തിനും ഉണ്ട് എന്നുള്ളത് ഏത് രാജ്യവും എപ്പോഴും പറയുന്നത്. ഇന്ത്യക്കും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ പറഞ്ഞത്. സെൽഫ് പ്രിസർവേഷൻ അതാണ് ഇവിടുത്തെ പ്രധാനം. സോ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫോറിൻ പോളിസി ഓഫ് ഓൾ സ്റ്റേറ്റ് ഇസ് ദ പ്രിസർവേഷൻ ഓഫ് ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ്. വളരെ വ്യക്തമാണ്. ഇന്ത്യയിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ നേതാക്കന്മാർ ഒരു 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 പ്രതിനിധി സംഘത്തെ നയിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി. അവിടെ ഇന്ത്യയെ പ്രധാനമായിട്ട് എടുത്തു കാണിച്ചത് ഇന്ത്യക്ക് സെൽഫ് പ്രിസർവേഷനുള്ള അധികാരമുണ്ട്, സ്വയം പ്രതിരോധിക്കാനുള്ള അധികാരമുണ്ട്. ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി സംരക്ഷിക്കുവാനും അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും അത് രണ്ടും സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ ഫോഴ്സ് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അത് വിദേശകാര്യ നയത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഘടകമാണ്. ഇൻഡിപെൻഡൻസ് ഇസ് ദ എസൻസ് ഓഫ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ ഈ ഡിറ്റർമിനൻസ് ഓഫ് ഫോറിൻ പോളിസി വളരെ അതിൻ്റെ ലാസ്റ്റ് പറഞ്ഞു. നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഇതിൻ്റെ ഈ ഫോറിൻ പോളിസിയുമായിട്ട് പ്രധാനപ്പെട്ട അതിനെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഫോറിൻ പോളിസി ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ മെനി ഫാക്ടേഴ്സ്. മെനി ഓഫ് ദ ഫാക്ടേഴ്സ് ആർ സ്റ്റാറ്റിക്. അതായത് ഫോറിൻ പോളിസി ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിൻ്റെ വിദേശകാര്യ നയം എന്ന് പറഞ്ഞാൽ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതിനകത്ത് മിക്ക ഘടകങ്ങളും ഒരിക്കലും മാറാത്തതാണ്. അതായത് ഗവൺമെൻറ് മാറാം. നോർമലി ചേഞ്ച് ഓഫ് ഗവൺമെൻറ് ഡസ് നോട്ട് ചേഞ്ച് ദ ഫണ്ടമെന്റൽസ് ഓഫ് ഫോറിൻ പോളിസി ഓഫ് ദി സ്റ്റേറ്റ്. ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നാലും ആ രാജ്യം പിന്തുടരുന്ന വിദേശകാര്യ നയം ഏത് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, മിക്ക ഘടകങ്ങളും മാറില്ല. അതിന് പ്രധാനപ്പെട്ട ഒന്ന് ജോഗ്രഫിയാണ്. നാച്ചുറൽ ഫ്രോണ്ടിയേഴ്സ്. ഇന്ത്യയുടെ ജോഗ്രഫി വളരെ കോംപ്ലിക്കേറ്റഡ്. ഇന്ത്യക്കൊരു വിശാലമായ സമുദ്രതീരമുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള ഒരു സൗത്ത് ഇന്ത്യയിൽ സമുദ്രതീരം. അത് ഇന്ത്യക്ക് വലിയൊരു അനുഗ്രഹമാണ്. കാരണം നാച്ചുറലായിട്ടുള്ള ബോർഡേഴ്സ് സമുദ്രമാണ് അവിടെ വിദേശ രാജ്യങ്ങളുടെ സാമീപ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ പല പല സംഘർഷങ്ങളും നമുക്ക് ഇന്ത്യക്ക് ഒഴിവാക്കി കിട്ടുന്നുണ്ട്. നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ലല്ലോ സ്ഥിതി. അതുകൊണ്ട് ഇന്ത്യയിൽ പല സംഘർഷങ്ങളും ഒഴിവാക്കി കിട്ടുക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മിലിറ്ററി ക്യാമ്പും ബേസെല്ലാം നോർത്ത് ഇന്ത്യൻ കേന്ദ്രീകരിച്ചാണ്. കാരണം നോർത്ത് ഇന്ത്യയിൽ ഈ പറയുന്ന ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരുപാട് ഏരിയയാണ്. ഇതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഹിസ്റ്ററി ആൻഡ് ട്രഡീഷൻസ്. ഇന്ത്യ സപ്പോർട്ട് ഫ്രീഡം സ്ട്രഗിൾ ഡ്യൂ ടു ലോങ് ബോണ്ടേജ് ഓഫ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം ആൻഡ് ഇന്ത്യ ഫോളോ സെക്യുലറിസം ഡെമോക്രാറ്റിക്. അപ്പോൾ ഇന്ത്യ എപ്പോഴും ഈ ഫ്രീഡം സ്ട്രഗിളിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആഫ്രിക്കയിലൊക്കെ ഉണ്ടായ ഫ്രീഡം സ്ട്രഗിളുകളൊക്കെ ഇന്ത്യ സപ്പോർട്ട് ചെയ്തു. കാരണം ഇന്ത്യ ഒരിക്കൽ ഈ ഒരു ഇമ്പീരിയലിസം സാമ്രാജ്യത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇമ്പീരിയലിസത്തെ എതിർക്കുക എന്നുള്ളതാണ്. അത് ഇന്ത്യയുടെ ഒരു വിദേശകാര്യ നയത്തിൻ്റെ ഭാഗമായി മാറി. കാരണം 300-400 വർഷത്തോളം വിദേശ രാജ്യത്തിൻ്റെ കീഴിൽ അതിൻ്റെ അടിമത്തത്തിൽ ജീവിച്ച ഒരു രാജ്യം എന്ന നിലയിൽ ഇനി ഇത്തരത്തിലുള്ള ഇമ്പീരിയലിസം മൂലം ഉണ്ടായ ദാരിദ്ര്യം, ഇമ്പീരിയലിസം ഉണ്ടായ സാമ്പത്തിക വിളർച്ച, ഇതൊക്കെ ഇന്ത്യ സഹിച്ചതാണ്. അപ്പോൾ അത് മറ്റൊരു രാജ്യത്തിനും ഇത്തരത്തിലുള്ള ഇത് വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്. ഇതുപോലെ തന്നെ സെക്കുലറിസം. ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന സെക്കുലറിസമാണ്. ഇന്ത്യ പിളർന്നു പോയി, ഇന്ത്യ വിഭജിക്കപ്പെട്ടു പോയപ്പോഴും ഇന്ത്യ ഫോളോ ചെയ്ത് സെക്കുലറിസം ആണെന്നുള്ളതാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിളർന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഇന്ത്യയിലെ ഇന്ത്യ സെക്കുലറായിട്ട് തുടരുന്നു. അത് ഇന്ത്യയുടെ ജന്മം തൊട്ട് ഇന്ത്യ എന്നാണ് ഒരു ഡെമോക്രാറ്റിക് കൺട്രി. അതൊക്കെ ഇന്ത്യയുടെ ഒരു ട്രഡീഷനാണ്, ഹിസ്റ്ററിയാണ്. ഇപ്പോൾ പൊസഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഇത് ഡിറ്റർമിനൻസ് ഓഫ് ഫോറിൻ പോളിസീസ് ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എക്കണോമിക് കണ്ടീഷൻസിൻ്റെ അവസ്ഥ, അതായത് രാജ്യം വളരെ വീക്കാണ് എക്കണോമിക്കെങ്കിൽ ആ രാജ്യത്തിന് ഫോറിൻ പോളിസി ആ രീതിയിലായിരിക്കും, ഡിപ്പെൻഡൻ്റ് ആയിരിക്കും എല്ലായ്പ്പോഴും. അപ്പം കുറേ കാര്യങ്ങൾ, കുറേ റോ മെറ്റീരിയൽസ് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഏത് രാജ്യത്തിനും സ്വന്തമാണ്. ആ രാജ്യത്തിന് കുറേ അപ്പർ ഹാൻഡ് ഉണ്ടാവും. ഈ വ്യവസായ വിപ്ലവത്തിന് നാന്ദി കുറിക്കുന്ന പല കാര്യങ്ങളുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഹൈ നാഷണൽ മൊറൈൽ മേക്സ് സക്സസ്ഫുൾ ഫോറിൻ പോളിസി. ഹോമോജീനിയസ് സൊസൈറ്റി മേക്സ് യൂണിറ്റി. ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതാണ്. ഇന്ത്യയിൽ ഹോമോജീനിയസ് സൊസൈറ്റി അല്ല, വളരെ വൈവിധ്യമാർന്ന ഒരു സൊസൈറ്റിയാണ്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ വേറൊന്ന്, സൗത്ത് ഇന്ത്യ വേറൊന്ന്, നോർത്ത് ഇന്ത്യ വേറൊന്ന്, ഭാഷ വേറൊന്ന്. ഇന്ത്യയുടെ ഫോറിൻ പോളിസിനെ ഇതൊക്കെ വളരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചില രാജ്യങ്ങൾ കണ്ടില്ല, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസൊക്കെ വളരെ എഫിഷ്യൻ്റാണ് ഇക്കാര്യത്തിൽ. അവരുടെ ഹോമോജീനിയസ് കൾച്ചർ, ഹോമോജീനിയസ് സൊസൈറ്റി, ഇതൊക്കെ ആ രാജ്യത്തെ. അമേരിക്കയൊക്കെ വളരെ 150 രാജ്യങ്ങളായി 50 സ്റ്റേറ്റുകളായിട്ട് മാറി. 50 സ്റ്റേറ്റുകൾ സ്വയം ഭരണാധികാരമുള്ള 50 സ്റ്റേറ്റുകളാണെങ്കിലും അവിടെ കൾച്ചർ ഒന്നാണ്.
അവരുടെ സൊസൈറ്റിയുടെ നേച്ചർ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഫോറിൻ പോളിസി വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ പൊളിറ്റിക്കൽ ട്രഡീഷൻ, സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് ആൻഡ് എൻലൈറ്റഡ് ലീഡർഷിപ്പ്, നേതാക്കന്മാരുടെ സാന്നിധ്യം. ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ പിതാവെന്ന് പൊതുവെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ പല രാജ്യങ്ങൾക്കും ഇപ്പം ഹെൻറി കിസിഞ്ചർ ഓഫ് USA, അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ട്രക്ചർ, ചില ഗവൺമെൻറ് ഏത് തരത്തിലാണ് ഇപ്പം ചൈനയിലെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ടൊട്ടാലിറ്റേറിയൻ അല്ലെങ്കിൽ വൺ പാർട്ടി റൂളാണ്. ഇന്ത്യയിൽ ജനാധിപത്യമാണ്, അമേരിക്കയിൽ ജനാധിപത്യമാണ്. അതൊക്കെ തന്നെ ഈ ഫോറിൻ പോളിസിയെ വല്ലാതെ ബാധിക്കുന്ന ഒരു ഘടകം. മിലിറ്ററി സ്ട്രെങ്ത്, ഹൗ ഗുഡ് ഈസ് യുവർ മിലിറ്ററി ഡിഫെൻസ്, അതനുസരിച്ച് അവരുടെ പവർ കുറയാം. അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ, രാജ്യത്തു നിന്നുണ്ടാകുന്ന ജനങ്ങളുടെ ഒരു പൾസ്, അതും ഫോറിൻ പോളിസിയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ വാല്യൂ ഇന്റർനാഷണൽ സിസ്റ്റമാറ്റിക് ഗിവൺ പോയിന്റ് ഓഫ് ടൈം ഹാസ് ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ഫോറിൻ പോളിസി. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ഫോറിൻ പോളിസി മാറും. ഇത് പെട്ടെന്ന് മാറിക്കൊണ്ട് ഇപ്പം യുദ്ധത്തിന്റെ സമയമാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിൽ യുദ്ധം നടക്കുന്നു. ഇസ്രായേൽ, പാലസ്തീൻ, ഗാസ, അതുപോലെ തന്നെ ഉക്രൈൻ യുദ്ധം. ഈ രണ്ട് സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇന്ത്യൻ ഫോറിൻ പോളിസി എന്തായിരിക്കും എന്നുള്ളതാണ്. പ്രോ ഇസ്രായേൽ സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് ഇന്ത്യ. ഒരു ഘട്ടത്തിൽ ഇന്ത്യ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല, പക്ഷേ ചില സാഹചര്യങ്ങൾ അങ്ങനെ എടുക്കുന്നു. അപ്പോൾ ഇന്റർനാഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് സമയത്ത് നിലനിൽക്കുന്ന അന്താരാഷ്ട്ര സാഹചര്യങ്ങളനുസരിച്ചാണ് അത് എടുക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോറിൻ പോളിസി പാർട്ട് PSCയെ സംബന്ധിച്ചിടത്തോളം ഈ ഫോറിൻ പോളിസി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇത്രയൊക്കെയാണ്.